السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്തു സൽസല, അൽ സിൽസാൽ അല്ലെങ്കിൽ സൽസല എന്ന 99-ാമത്തെ അധ്യായമാണ്. ഈ സൂറത്തുൽ ഖാരിയ അന്ത്യനാളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അതിൻ്റെ സെക്കൻഡ് വേർഷനാണ്. ഫസ്റ്റ് വേർഷൻ ആ ഖാരിയ സംഭവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യരിങ്ങനെ പാറ്റകളെ പോലെ പാറുന്നു എന്നൊക്കെ പറഞ്ഞ അതേ ആ ഒരു സന്ദർഭത്തിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ, അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനമാണ്, അന്ത്യനാളിനെ പറ്റിയുള്ള വിവരണമാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവസാനത്തെ 2 ആയത്തുകളാണ്. അത് കുറച്ചധികം നമുക്ക് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. സൽസല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകമ്പനം, എർത്തുകേക്ക്, അതായത് ഭൂമി ശക്തിയായി കുലുങ്ങുന്നതിനെയാണ്. കുലുങ്ങാന്ന് ഒരു കുലുക്കം എന്ന ഒരു മലയാള വാക്ക് കൊണ്ട് അത് തീർന്നില്ല, അത് അതിശക്തമായ കുലുക്കാണ്. അതിൻ്റെ കുലുക്കം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ലാവയും ഫോസിലുകളും, ഭൂമിക്കടിയിലുള്ള ഖനികൾ, ഈ എന്തൊക്കെയാണോ ഭൂമിക്കടിയിൽ അതെല്ലാം പുറത്തേക്ക്. നമ്മൾ പറഞ്ഞല്ലോ, പർവ്വതങ്ങൾ ആകാശത്തൂടെ പാറുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ആ ഒരു പർവ്വതം, ഒരു മല എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് താന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനും പുറത്തേക്ക് വരികയും അതിഭയാനകമായൊരു സാഹചര്യം അന്നുണ്ടാകും എന്ന് തന്നെയാണ് അന്ത്യനാളുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്തായിട്ട് അതിന് ബോൽബലകമായിട്ട് അത് പറയുന്നുണ്ട്. വഅഖ്റജതിൽ അർദു അസ്ഖാലഹ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ 2 മീനിങ് മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ഭൂമിക്കടിയിലുള്ള ലാവ ഫോസിലുകൾ, അടിഭാഗത്തുള്ളതെല്ലാം പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. 2, അതിൻ്റെ കഥകൾ ഭൂമി പറയാൻ തുടങ്ങുക. ഭൂമിക്ക് അതിൽ ഒരു ഉത്ബോധനം കിട്ടിയ പോലെ ഭൂമി അതിൻ്റെ കഥകളൊക്കെ പുറത്ത് കൊണ്ടുവരിക എന്നും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. വഖാലൽ ഇൻസാനു മാലഹ, എന്തു പറ്റിപ്പോയി എന്ന് മനുഷ്യനാകെ അന്താളിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. കാരണം ഈ ഭൂമിയുടെ എല്ലാ സംവിധാനങ്ങളും താറുമാറായി എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ കൺമുമ്പിൽ നമ്മൾ കാണുക. നമ്മൾ എന്തു പറ്റിപ്പോയി എന്ന്. അന്ന് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതിൻ്റെ കഥകൾ പറയാൻ തുടങ്ങുന്നതാണ്. ചരിത്രത്തിൽ എന്തെല്ലാമൊക്കെ നടന്നു, എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചു. ഭൂമി അതിൻ്റെ കഥകൾ പറയും. അതിന് കഥകളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇവിടെ ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ നമ്മൾ CCTV എടുക്കുക, ഓഡിയോ വീഡിയോ, നമുക്ക് നേരത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അന്നുണ്ടാവും നമ്മൾ വിചാരിക്കുക. അത് ഹിസാബിൻ്റെ സന്ദർഭത്തിലും വിചാരണയുടെ സന്ദർഭത്തിലും നമ്മൾ പറയാറുണ്ടല്ലോ, ഹദീസിൻ്റെ റിവായത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണും കാതും കൈയും ഒക്കെ സംസാരിക്കുന്നു. അത് ഈ ഒരു മാന തന്നെയാണ്. ഒരുപക്ഷെ 6-ാം നൂറ്റാണ്ടിലെ അറബ് ജനതയോട് കാര്യങ്ങൾ പറയാൻ പ്രയാസമുണ്ടാവും. അന്ന് ഇത്തരം വീഡിയോഗ്രഫിയും ഒന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലമല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് പറയാം, അതൊക്കെ വിഷ്വലൈസ്ഡ് ആയിട്ട് തന്നെ സാക്ഷ്യമായിട്ട് തന്നെ അത് നിൽക്കുമെന്നാണ്. ബി അന്ന റബ്ബക ഔഹാലഹ, അള്ളാഹു എൻ്റെ റബ്ബ് അതിന് ബോധനം നൽകി. ഔഹാലഹ, അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചെയ്യാൻ? ഈ ഭൂമി അതിൻ്റെ കഥകൾ പറയാം. ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം ഉണ്ടായി, ഇന്നതെല്ലാം അവിടെ വ്യക്തമായിട്ട് കാണിക്കപ്പെടുന്നൊരു ദിവസമാണ്. ഇത് ഹിസാബിൻ്റെ വേളയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ്. യൗമഇദിൻ, പിന്നെ പറയാം യൗം, ആ ദിവസം. ഇവിടെ നേരത്തെ 4-ാമത്തെ ആയത്തിൽ യൗം എന്ന് പറഞ്ഞു, അതേ 6-ാമത്തെ ആയത്തിൽ യൗം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം, യൗം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സൂര്യൻ്റെ ഒരു ഗ്രഹണകാലം, ഒരു
ഭൂമിയെ ഇങ്ങനെ ചുറ്റി ഭൂമി സ്വയം ചുറ്റി തിരിയുന്ന സൂര്യനെ സ്വയം ചുറ്റുന്ന ഒരു സമയമാണ് 24 മണിക്കൂർ. അപ്പോൾ അവിടെ ഒരു യൗം എന്ന, പക്ഷേ ഇവിടുത്തെ യൗമാണോ ആ യൗം അല്ലാഹു ആലം, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ യൗം അന്നത്തെ ദിവസം, അങ്ങനെ ഒരു ദിവസമുള്ളത് യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും, ജനങ്ങളൊന്നായിട്ട് വരും. അതിന് കൂട്ടം കൂട്ടമായോ ഈ പഴയ ബന്ധങ്ങളൊക്കെ പോയല്ലോ. നാട്, കുടുംബം, വീട്, എൻ്റെ ബാക്കിയുള്ളവരെവിടെ, എൻ്റെ കുടുംബക്കാരെവിടെ, സുഹൃത്തുക്കളെവിടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അത് മഹ്ശറയിലും ആ ചോദ്യങ്ങളില്ല, ഈ അന്ത്യനാളിലും ഇല്ല. എവിടെയും ആ ചോദ്യങ്ങളില്ല. കാരണം ഓരോരുത്തരും സ്വന്തം കാര്യത്തിൻ്റെ വിഷയത്തിൽ ഭയചകിതരായിരിക്കും. കാരണം ഈ ഭൂമി നമ്മളിപ്പോൾ ഇങ്ങനെ കാണും, ഇവിടെ ബിൽഡിങ്സ് ഉണ്ട്, വീടുണ്ട്, നമുക്ക് സ്വത്തുണ്ട്, കാറുണ്ട്, നമ്മൾ ഈ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടവനായി. നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു ഉരുൾപൊട്ടലുണ്ട്. ഇപ്പോൾ വയനാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായ സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് ആ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ അവർ ഫസ്റ്റ് പ്രയോറിറ്റി സ്വന്തം ജീവനാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടം. മറ്റാരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ അപകടത്തിലാവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മളൊന്ന് സേഫായിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നോക്കും. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ഭയാനകമായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അന്ത്യനാളെന്ന് ബോധ്യം അത് ലോകത്തെല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ, ഇപ്പോൾ ഏത് മതമായാലും ഹൈന്ദവ, ക്രൈസ്തവ, മറ്റ് ദർശനങ്ങളിലൊക്കെ ഇതുണ്ട്. അന്ത്യനാളും പരലോകവും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇത് അവിടെ കിടക്കുന്നുണ്ട് മനസ്സിൽ. ദൈവിക ബോധമൊക്കെ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. അത് നിരീശ്വരവാദികളുടെ അകത്തും അതുണ്ട് വിഷയത്തിൽ. അപ്പോൾ ഈ മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറച്ച് ഈ ഒരു എന്താണ് ഭൂമിക്ക് സംഭവിച്ചത് എന്ന് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് രണ്ടാമത് ഖബറിൻ്റെ അകത്തുള്ളതും ഈ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന ആയത്തിൻ്റെ മുമ്പ് വഖാലൽ ഇൻസാനു മാല, മനുഷ്യനിങ്ങനെ പറയില്ലേ എന്ത് പറ്റിയെന്ന്. അത് പറയുന്നതിൻ്റെ മുമ്പ് അഖ്റജത്തിൽ അർളു അസ്ഖാലഹ, അപ്പോൾ അതിൻ്റെ ഭാരങ്ങൾ എന്നുള്ളതിൽ മനുഷ്യനൊരു ഭാരമാണല്ലോ. ഈ ഭൂമിക്കടിയിൽ മണ്ണായി കിടക്കുന്ന, മണ്ണോട് ചേർന്ന് കിടക്കുന്ന, ഇത്രയും കാലഘട്ടങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ സകല മനുഷ്യന്മാരും അവരും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവരും ഉയർത്തെഴുന്നേൽക്കാൻ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, അവരുടെ ആ മണ്ണായ ശേഷം വീണ്ടും മനുഷ്യനായിട്ട് മാറുകയാണ്. എന്നിട്ട് അവർ എണീറ്റിട്ട് അവരാ ചോദിക്കുന്നത് വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രമല്ല, ലോകത്തെല്ലാ മനുഷ്യന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. യൗമൈദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും, എന്തിനാണെന്നറിയോ? അവരുടെ കർമ്മങ്ങളൊക്കെ കാണിക്കാൻ പോവുക. കർമ്മങ്ങൾ കാണിക്കാൻ പോവുക അവിടെ പറഞ്ഞത്, യുറൗ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്ത അമലുകൾ എല്ലാവരും അറിയാൻ പോകുന്ന ദിവസമാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം. ഭയപ്പെടേണ്ട കാര്യം ഇതാണ്. കാരണം നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ നിന്ന്, നമ്മുടെ നാട്ടുകാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മറച്ചു വെച്ച ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ പഴയ ഒരു തലമുറ മുമ്പൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് തറവാട് ഒരു വെച്ച സമയത്ത് നമ്മൾ ചില വികൃതികൾ കാണിച്ച്, അല്ലെങ്കിൽ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വത്ത് വേറൊരു സ്ഥലത്തുള്ള നമുക്ക് മാത്രം അറിയായിരുന്നു, മൂത്ത മോൻ എന്നുള്ള നിലക്ക്, എന്നിട്ട് ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. നമ്മളത് മെല്ലെ കൈക്കലാക്കി. ഇതൊന്നും ആരും അറിയില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ പിന്നെ ആ സ്ഥലം വിറ്റാണ് നമ്മൾ ബിസിനസ് ഉണ്ടായതും നമ്മൾ വളർന്ന് വലിയ ആളായതും ഒക്കെ. പക്ഷേ ഈ കഥയൊന്നും ഒരാൾക്കും അറിയില്ല. ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആരാരും അറിയാത്ത നമ്മുടെ മനോമുകുരങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള രഹസ്യങ്ങളൊക്കെ, അമലുകളൊക്കെ നാളെ പുറത്തു വരും. ഇനി അടുത്ത 2 ആയത്തുകൾ ഞാൻ സൂറത്ത് തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അടുത്ത ആയത്തിൻ്റെ അവസാനം നോക്കൂ, ശർറൻ യറ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അപ്പോൾ അളവ് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടോ? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. എന്തെങ്കിലും ഒരു ഖൈർ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതവിടെ കാണും. എന്തെങ്കിലും ഒരു ഷർറ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് അവിടെയും കാണും. എന്ന് വെച്ചാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന കാര്യത്തിലും
അണു അളവ് എന്നാണ് പറഞ്ഞത്. മിസ്കാല എന്ന് പറഞ്ഞ മിസ്കാല ദർറത്തിന് അണു അളവ്, നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ അവിടെ ഉണ്ടാവും. പലരും പറയാറുണ്ട് നമ്മൾ പിന്നെ അള്ള പുറത്തരൂലേ, അങ്ങനെ ആക്കൂലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ആയത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ സകലമാന വിഷയങ്ങളും അള്ളാഹു നാളെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വ്യക്തിപരമായി ആരും കാണാതെ ചെയ്ത വിഷയങ്ങൾ മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അത് എത്ര ചെറിയ ഒരു നന്മ നമ്മൾ ചെയ്തോ ആ നന്മ നമുക്കുള്ളതായിട്ട് അവിടെ കാണും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിനിമ പോലെ, ഒരു സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ നായകൻ നമ്മളായിട്ട്, നമ്മുടെ ജനനം മുതൽ ഹോസ്പിറ്റലിൽ ജനിച്ച് നമ്മൾ ആ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെല്ലാവരും കൂടെ സന്തോഷത്തോടെ മിഠായി വിതരണം നടത്തുന്നത് മുതൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കളും മക്കളും എല്ലാം ചേർന്ന് കൂടെ ഇരുന്ന് കരയുന്ന, വിഷമിച്ചിരിക്കുന്ന സന്ദർഭം വരെയുള്ള ഒരു സിനിമ പോലെ പ്രദർശിപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്നത്തെ മോഡേൺ ടെക്നോളജിയേക്കാൾ എല്ലാം ഇത് പ്രാപ്യമായ വിഷയമല്ലേ. അപ്പോൾ നാളെ ഇതിൻ്റെ ഒരു റിവ്യൂ അവിടെ ഇടുന്നതിൽ ഒരു തടസ്സം അല്ലാക്കില്ല. അങ്ങനെ തന്നെ ഉണ്ടാവും തന്നെ നിയത്ത് ചെയ്തോളൂ പ്രിയമുള്ളവർ. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ കാലഘട്ടത്തിൻ്റെ കാലിക വായന വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്കത് വ്യക്തമായി പ്രൂവ് ചെയ്ത് പറയാൻ പറ്റും. നാളെ ഒരു കോടതിയുടെ ആവശ്യം പോലും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ അവിടെ കാണിക്കപ്പെടും എന്നാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് ഇത് മനസ്സിലായോന്നറിയില്ല, പക്ഷേ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിത് കൃത്യമായിട്ട് ഇതിനെ ചിത്രം പോലെ നമ്മുടെ മുമ്പിൽ വരച്ചിട്ട, ഇത്രയും സിനിമ ഇൻഡസ്ട്രിയൊക്കെ വളർന്നിരിക്കുന്ന കാലത്ത് ഇത്രയും വിഷ്വൽ വേൾഡിൽ CCTV ഫുട്ടേജുകൾ നമ്മളിപ്പോഴും പല ക്രിമിനൽ കേസുകളിലും പോലീസിന് ഏറ്റവും നല്ല പ്രൂഫ്, കോടതിക്ക് ഏറ്റവും നല്ല പ്രൂഫ് വീഡിയോ ആണ്. വിഷ്വലായിട്ട് ഒരു കള്ളങ്കറി വിഷ്വൽ കിട്ടിയാൽ മതി, കഴിഞ്ഞ്. അതുപോലെ വിഷ്വലായിട്ട് ഇതിനേക്കാൾ മനോഹരമായ എല്ലാ ആംഗിളിൽ നിന്നും ക്യാമറയാൽ ഒപ്പിയെടുക്കുന്ന ഒരു സംവിധാനം അള്ളാഹ്ക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാക്കുക. അതിലൊന്നും ഒരു പ്രയാസം അള്ളാഹ്ക്കില്ല. അള്ളാഹു അതിന് കഴിവുറ്റവനാണ്. നമ്മളെക്കാൾ എത്രയോ കഴിവ്. നമ്മൾ ഹൽക്കായ നമുക്ക് ഇത്ര സാധിക്കുന്നെങ്കിൽ അള്ളാഹു അതിന് തീർച്ചയായിട്ടും സാധ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാത്രമല്ല ഒരാൾ മരിച്ചിട്ട് ആ പരലോക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണുന്ന തൻ്റെ ജീവിതം മുഴുവൻ, നമ്മളിപ്പോൾ ഇങ്ങനെ പിന്നോട്ട് നമ്മുടെ ജീവിതം കുട്ടിക്കാലം മുതൽ നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റണില്ലേ, LP സ്കൂൾ UP സ്കൂൾ കഴിഞ്ഞു പോയ കുട്ടിക്കാലത്തെ ജീവിതകാലങ്ങളൊക്കെ. അതുപോലെ അതിനേക്കാൾ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിലെല്ലാം എടുക്കാൻ കഴിയില്ല, പക്ഷെ അന്ന് എല്ലാം ഓർമ്മയിലാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഒരുപാട് നന്മ ചെയ്തു, അപ്പോൾ ആ നന്മയെ കൊണ്ട് ഞാൻ രക്ഷപ്പെടും. പക്ഷെ തിന്മയും അവിടെ പ്രശ്നമാണ്. തിന്മ അള്ളാഹ് പുറത്ത് തരണം. നമ്മൾക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനേ പറ്റൂ, തൗബ ചെയ്യാനേ പറ്റൂ. അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മാനദണ്ഡങ്ങൾ പാലിച്ചാലും അള്ളാഹു അത് പുറത്ത് തന്നാലല്ലേ നമുക്ക് ഈ പറഞ്ഞ സ്വഭാവത്തിൽ സ്വർഗപ്രവേശനം സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ അമലുകൾ, ഫമൻ യഅമൽ, ഇവിടെയൊക്കെ അമലാണ്. നമ്മൾ നോക്കൂ, അന്ത്യനാളിനെ പറ്റി പറയുന്ന സൂറത്ത് ഈ സൂറത്തിലെ അമലാണ് പറയുന്നത്. നിസ്കാരത്തെപ്പറ്റി, നോമ്പൊക്കെ അമലാണ്, അമലിൽപ്പെട്ടൊരു അനുഷ്ഠാനങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന അമൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പ്രീതിക്കുമനുസരിച്ച് മരണം വരെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ സൽസല എടുത്ത് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മവിശകലനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ ഏറ്റവും നല്ല അമൽ ചെയ്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അഹ്സനായിട്ടുള്ള അമൽ ചെയ്തിട്ട് ജീവിതത്തിൽ ഒരുപാട് നിൻ്റെ ഇഷ്ടം നേടി ഒരുപാട് അമലുകളുമായി ഈ മരണം സക്കറാത്തിൻ്റെ വേദന എത്തുന്നതിന് മുമ്പ് ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ.